മാധ്യമങ്ങൾ യൂട്യൂബേഴ്സ് ആയാലും ഇവർക്കൊക്കെ എതിരെ നമുക്ക് ഡിഫമേഷന് കൊടുക്കാൻ പറ്റും. എന്താണ് ഇതിനൊരു തടയിടാൻ പറ്റും? ഇപ്പോൾ റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ എന്ന പേരിൽ എല്ലാവരും എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യം എന്താണെന്ന് വാസ്തവം കാര്യങ്ങൾ അന്വേഷിക്കാതെയാണല്ലോ ഈ യൂട്യൂബർമാർ ഇതെല്ലാം വീഡിയോസ് ഇടുന്നത്. അപ്പം അങ്ങനെ ആ മീഡിയയെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും? അല്ല, പിന്നെ ഡിഫാമേഷൻ ആർക്ക് നമുക്കെതിരെ കൊടുക്കുന്ന വാർത്ത തെറ്റാണ് എന്ന് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ കോടതിയുടെ വിധി വരുന്നതിന് മുമ്പ് നമുക്ക് കൊടുക്കാം. പക്ഷെ എത്ര ഡിഫമേഷൻ കേസുകൾക്ക് പോലീസായാലും കോടതിയായാലും എടുക്കുന്നുണ്ട്. ഡിഫമേഷൻ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലീസിന് ഡയറക്റ്റ് കേസ് എടുക്കാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഒരു സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കുകയാണ്, എന്നെ ഇയാൾ യൂട്യൂബിലൂടെ അപകീർത്തിപ്പെടുത്തി ബുള്ളിങ് നടത്തി സോഷ്യൽ മീഡിയയിലൂടെ, അത് ഈ നിയമത്തിൽ ഡിഫറെൻ്റ് ആയിട്ട് ഓരോ സെക്ഷൻ ഉണ്ട്. ഇത് നോൺ കോഗ്നിസിബിൾ ഒഫൻസ് എന്ന് പറയും. അതായത് പോലീസിന് ഡയറക്റ്റ് കേസ് എടുക്കാൻ പറ്റില്ല. അപ്പോൾ പിന്നെ എവിടെ നമ്മൾ കേസ് കൊടുക്കും? കോടതിയിൽ ഡയറക്റ്റ് ആയിട്ട് കേസ് കൊടുക്കാനേ പറ്റത്തുള്ളൂ. അതും ഈ ഡയറക്റ്റ് അറസ്റ്റോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ പോയി മൊഴി കൊടുത്ത് നമ്മുടെ എവിഡൻസ് എല്ലാം എടുത്ത് ഒരു 3 കൊല്ലം കഴിയുമ്പോഴേ ഇയാൾക്ക് ഒരു സമൻസ് പോവുള്ളൂ. അതാണ് ഡിഫാമേഷൻ കേസിന്റെ പ്രത്യേകത. പിന്നെ ഇതിനുണ്ടായ മാനഹാനിക്കും മാനനഷ്ടത്തിനും നമ്മൾ സിവിൽ കോമ്പൻസേഷൻ കൊടുക്കണം. ഉദാഹരണത്തിന് 1 കോടിയാണ് നമ്മുടെ സിവിൽ കോമ്പൻസേഷൻ നമ്മൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിൽ ഒരു നിശ്ചിത ശതമാനം 1-2 ലക്ഷം നമ്മൾ കോർട്ട് ഫീ അടയ്ക്കണം. പിന്നെ യൂട്യൂബിലൂടെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു IT ആക്ട് വരും. പക്ഷെ IT ആക്ടിൽ പല സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട് അത് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നമുക്കെതിരെ ഒരു നമ്മുടെ ഫോട്ടോയോ നമ്മുടെ വീഡിയോ ഒക്കെ വെച്ചിട്ട് അവരത് ദുരുപയോഗം ചെയ്യല്ലേ ആക്ച്വലി. അപ്പൊ അതിനെതിരെയും നമുക്ക് IT ആക്ടിലൊന്നും ഇല്ലെന്നാണോ പറയുന്നത്? അവരൊരു ഇൻഫർമേഷൻ കൊടുക്കുകയല്ലേ, അതാണ് പറയാം. എൻ്റെ ഒരു കുറേ മിസ്റ്റേക്സുകളുണ്ട്. പക്ഷെങ്കിൽ നമ്മളെ ഫോട്ടോ മോർഫിയോ വൾഗറാക്കി ചെയ്യുകയാണെങ്കിൽ നമുക്ക് അല്ലാതെ നോൺ ബെയിലബിൾ ഒഫൻസ് ആണ്. അല്ലാതെ ഒരു വാർത്ത പ്രസിദ്ധീകരിക്കണം, അയാളുടെ അഭിപ്രായം പറയുകയാണ് എന്നുണ്ടെങ്കിൽ പ്രഥമ ദൃഷ്ട്യാ പെട്ടെന്ന് കേസെടുക്കാൻ പറ്റില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യം ഒരു കോടതി പറയുകയാണ്, ഈ പറഞ്ഞ വ്യക്തി തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വെച്ച് തീർച്ചയായിട്ടും ഫയൽ ചെയ്യാം. ഞാൻ അങ്ങനെ 1-2 കേസുകളൊക്കെ ഫയൽ ചെയ്തിട്ടുണ്ട് യൂട്യൂബേഴ്സിനെതിരെ.